ഞാനിനി എന്താണ് ഈ ഒരു 3 മാസം വീഡിയോ ഇടാത്തതെന്നുള്ള കാര്യം പറഞ്ഞുതരാം. ജോബ് ഒരു ചെറിയ കാരണമായിരുന്നു. പക്ഷേ ആ ഒക്ടോബർ മാസം തന്നെ അവസാനം എനിക്കൊരു വലിയൊരു ലോസ് ഉണ്ടായി. അത് എപ്പോഴെങ്കിലും ഒരു ദിവസം നടക്കുമെന്ന് എനിക്കറിയായിരുന്നു. പക്ഷേ ഇത്ര പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അത് കണ്ടത് മുതലൊരു 1-2 മാസം നവംബർ, ഡിസംബർ അവസാനമൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നേരെ ഉറങ്ങാനോ കഴിക്കാനോ ഒന്നിനും പറ്റില്ലായിരുന്നു. അതിൽ നിന്ന് ഞാൻ ഇപ്പോഴും പതിയെ റിക്കവറായി വരുന്നതേ ഉള്ളൂ. എനിക്കതിൽ നിന്ന് റിക്കവർ ആവണം അത്. ഗസ് നോക്ക്, ഞാനിപ്പോൾ ഡാർക്ക് അടിക്കുന്നതല്ല. 10 പേരെ ഞാൻ പറയുന്നത് കേൾക്കാനുണ്ടെന്ന് കരുതി ഞാൻ ലോകത്തുള്ളതിലെ ഏറ്റവും വലിയ പ്രശ്നം എനിക്കാണെന്നൊന്നും പറയുന്നില്ല. പക്ഷേ എല്ലാവർക്കും ഉള്ള പോലത്തെ പ്രശ്നങ്ങൾ എനിക്കുണ്ട്. ഇപ്പോൾ പറഞ്ഞിതൊരു ഓവറായിട്ട് തോന്നും. പക്ഷേ ആ ഒരു ടൈമിലും ഞാൻ ഇവിടെ ലാസ്റ്റ് ഇട്ട വീഡിയോയുടെ കമൻറ്റ് വാങ്ങിക്കുമ്പോൾ എനിക്ക് ഇത്തിരി ഒരു സമാധാനം കിട്ടും. 3 മാസമായെങ്കിലും നിങ്ങൾ പലരും ഡെയിലി എനിക്കൊന്ന് മെസ്സേജ് ഇടുമായിരുന്നു. തിരിച്ച് വേണ്ട, മിസ് ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇന്ന് രാവിലെ കൂടെ പറഞ്ഞിട്ടിരുന്നു. ഞാൻ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിൽ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരു കുറേ പേരിവിടെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് അങ്ങനെ പോയവരുടെ പുറകെ പോവാതെ എന്നെ ആവശ്യമുള്ളിടത്ത് ഞാൻ വരാൻ തീരുമാനിച്ചു. സോ ഹിയർ ഐ ആം. തിരിച്ചു വരാൻ ഇപ്പോഴൊന്നും എനിക്ക് പറ്റില്ലായിരുന്നു. ഈ ഇയർ അവസാനമൊക്കെ ആകുമ്പോഴേ എനിക്കൊന്ന് ഫ്രീ ആകാൻ പറ്റുള്ളായിരുന്നു. പക്ഷേ എനിക്ക് ഉറപ്പുണ്ട് ഞാൻ തിരിച്ചു വരാൻ കരുതി ഈ കമൻറ്റ് ഇട്ടിരിക്കണമെന്നില്ല. യാവനോ ഒരുത്തം മുട്ടയിൽ കൂടാത്തറം വെച്ചിട്ടുണ്ട്. കറക്റ്റായിട്ട് കൊറോണ വന്ന് പിന്നെ ഓഫീസ് പൂട്ടി. സോ ഞാൻ ഇനി കുറച്ച് ദിവസത്തേക്ക് ഫ്രീ ആയിരിക്കും. പിന്നെ കമൻറ്റ് ഇട്ട എല്ലാവർക്കും എനിക്ക് റിപ്ലൈ തരണമെന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലല്ലായിരുന്നു. പിന്നെ കമൻറ്റ് ഇട്ട എല്ലാവർക്കും താങ്ക് യു. നമുക്ക് നമ്മുടെ ചാനൽ പഴയതിനേക്കാളും കിടലാക്കി എടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇന്ന് മഴയും തുടങ്ങി. ഞാൻ വീടിനകത്ത് സംസാരിക്കാൻ പോകും. പിന്നെ നിങ്ങൾക്കറിയാം എനിക്കൊരു സെക്കൻഡ് ചാനലും കൂടെ ഉണ്ട്. സൂപ്പർ ലാഗ് എന്നാണ് പേര്. നിങ്ങൾക്ക് അറിഞ്ഞുണ്ടെങ്കിൽ പറഞ്ഞുതരാം. പുതിയതായിട്ട് അറിയുന്നുണ്ടെങ്കിൽ പറഞ്ഞുതരാം. ഇപ്പോൾ ഞാൻ വല്ലപ്പോഴൊക്കെ